ഹായ്, എൻ്റെ പേര് മുകുന്ദൻ. ഞാൻ 2017 മാത്ത് ഐറ്റിയുടെ പഴയ സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ, അതായത് 2016 അറ്റംപ്റ്റിൽ ഈ JEE അഡ്വാൻസ്ഡ് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഒരു വർഷം റിപ്പീറ്റ് ചെയ്താണ് 2017 ഐ ക്രാക്ട് JEE അഡ്വാൻസ്ഡ്. ഞാൻ IIT പാലക്കാടിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടത്തില്ല എന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു. എൻ്റെ +1 ഞാൻ ഒരുപാട് കളിച്ചും ചിരിച്ചും വേസ്റ്റ് ചെയ്ത് കളഞ്ഞു. +2 അങ്ങനെ വലിയ പഠിത്തം പഠിച്ചതൊന്നുമില്ല. അപ്പം കിട്ടാൻ ചാൻസ് വളരെ കുറവായിരുന്നു. അപ്പം അങ്ങനെ IIT കിട്ടണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദി ഫസ്റ്റ് അറ്റംപ്റ്റ് ഐ വാണ്ടഡ് ടു റിപ്പീറ്റ്. പക്ഷേ എവരിബഡി ഇൻക്ലൂഡിങ് മൈ പേരൻസ് അഡ്വൈസ്ഡ് നോട്ട് ടു ഡു ദാറ്റ്. എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല എന്നാണ് എല്ലാവരും ധരിച്ചത്. റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള എൻ്റെ ആഗ്രഹത്തിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഡൂബെ സാർ ആയിരുന്നു. ആൻഡ് ഡൂബെ സാർ അലൗഡ് മീ ടു കണ്ടിന്യൂ ഹിയർ ആൻഡ് റിപ്പീറ്റ് ഫോർ മൈ ലാസ്റ്റ് JEE അഡ്വാൻസ്ഡ് അറ്റംപ്റ്റ്. എൻ്റെ മെൻറ്ററും നമ്മുടെ മാത്ത് ഐറ്റിയുടെ MDയും ഇവിടുത്തെ മാത്സ് ടീച്ചറുമായ ഡൂബെ സാറും നമ്മുടെ ഫിസിക്സ് ടീച്ചറായ SRP സാറും ഉപദേശിച്ചതുപോലെ ഞാൻ റിഗറസ് ആയിട്ടോ കൺസെപ്ച്വൽ ബാക്കിങ്ങോടുകൂടെ അല്ല അന്ന് ടോപ്പിക്സ് പഠിച്ചിരുന്നത്. ഒരു ഇൻറ്റുവിഷൻ വെച്ച്, ഒരു ഫിസിക്സിനോടുള്ള ഒരു ഇൻറ്റുവിഷൻ, മാത്സിനോടുള്ള ഒരു ഇൻറ്റുവിഷൻ വെച്ചാണ് ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ടഫ് പ്രോബ്ലംസ് വരുമ്പോൾ JEE മെയിൻസ് ക്ലിയർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ടഫ് പ്രോബ്ലംസ് വരുമ്പോൾ ഐ വാസ് റിയലി സ്ട്രഗ്ലിംഗ് ആൻഡ് JEE അഡ്വാൻസ്ഡ് സീംഡ് ഹോപ്പ്ലെസ്. അങ്ങനെ മാത്ത് ഐറ്റിയുടെ മെൻറ്റർഷിപ്പും സാറന്മാരുടെ ഗൈഡൻസിലും കൂടി I managed to complete what I wanted to achieve. Anyway, right now I have come back as an educator to Math IIT and ഞാൻ ഇവിടുത്തെ ഫിസിക്സ് മെൻറ്റോറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഒബ്സർവ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റുഡൻസും മോസ്റ്റ്ലി എന്നെ പോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് പോകുമ്പോൾ അങ്ങ് ഡൗൺ ആവും, ഡിപ്രസ്ഡ് ആവും. ഐ എം ഹിയർ ടു ടെൽ യു ദാറ്റ് ഈസ് നോട്ട് നെസസറി. ഓൾ യു ഹാവ് ടു ഡു ഇസ് സമാധാനപ്പെടുക, ഫോക്കസ് ചെയ്യുക, സാറന്മാർ പറയുന്നത് പോലെ പഠിക്കുക, ഇൻറ്റുവേറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കാതെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി ആൻഡ് കീപ് പുഷിങ്. ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് ഇമ്പോസിബിൾ. ഐ എം ലിവിങ് പ്രൂഫ് ഓഫ് ദാറ്റ്. പിന്നെ റിപ്പീറ്റിംഗ് ഇയർ ആകെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് വിചാരിച്ച് നിങ്ങൾ അത് ചെയ്യാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാത്ത് IIT ഈസ് എ വെരി കാം, സ്ട്രെസ് ഫ്രീ, റിലാക്സ്ഡ് എൻവയൺമെൻറ്റ്. ഐ ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് ബോത്ത് ആസ് ആൻ എഡ്യൂക്കേറ്റർ ആൻഡ് ആസ് എ സ്റ്റുഡൻറ്റ്. റിപ്പീറ്റിംഗ് ഇയർ ആകെ നിങ്ങൾ സൂക്ഷിക്കാനുള്ളത് കുറച്ച് സാധനങ്ങളാണ്. ഇഷ്ടമുള്ള ടോപ്പിക്സ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. കുറച്ചുകൂടെ സോളിഡ് ആയിട്ട് ഇഷ്ടമില്ലാത്ത ടോപ്പിക്സ് തന്നെ യു ഹാവ് ടു ടേക്ക് സം പെയിൻസ് ആൻഡ് ഫിനിഷ് ദം ഓഫ് ഏർലി. ദിസ് ഇസ് ദി ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു. പിന്നെ സെക്കൻഡ് കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ അഡിക്ഷൻ, വീഡിയോ ഗെയിം അഡിക്ഷൻ, ഇങ്ങനത്തെ സാധനത്തിലോട്ടൊന്നും ചെന്ന് ചാടി കൊടുക്കരുത്. ഇത് ഐ നോ ദാറ്റ് ദിസ് ഇസ് എ വെരി ഡ്രൈ ആൻഡ് ബോറിംഗ് തിങ് ടു ഹിയർ, ബട്ട് ആസ് എ മെമ്പർ ഓഫ് യുവർ ജനറേഷൻ that is probably one of the most destructive things you can do to your life. Starting gaming just before JEE advanced or +2 board exam ഇരിക്കുമ്പോഴോ 10th board exam ഇരിക്കുമ്പോഴോ avoid gaming and mobile phones as much as possible. ഇത് you do these two things, you should be fine. ഈ ചാനലിൽ ഇനിയും ഇൻഫർമേറ്റീവ് വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യുക. ഇനി ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയങ്ങളോ കമൻസ് ഉണ്ടെങ്കിലോ ഓർ നിങ്ങളുടെ എക്സാമിനെ കുറിച്ചോ ഏതെങ്കിലും എനി സബ്ജക്റ്റ്, എനി ടോപ്പിക് ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.